ഗാർഹിക LPG സിലിണ്ടറുകളുടെ അളവ് കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ നിലവിലെ 14.2 കിലോ വരുന്ന LPG സിലിണ്ടറുകളിൽ 10 കിലോ നിറച്ച് വിതരണത്തിന് എത്തിക്കാനാണ് ശ്രമം. നീക്കം പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. നിലവിൽ പുതിയ LPG കപ്പലുകളൊന്നും ഇന്ത്യൻ തീരത്തേക്ക് വരുന്നില്ലെന്നാണ് വ്യവസായ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നാലെ വലിയ തരത്തിലുള്ള വിതരണ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാൻ ഗാർഹിക LPG സിലിണ്ടറുകളുടെ അളവ് കുറയ്ക്കാനാണ് തീരുമാനം. എണ്ണ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. LPG പ്രതിസന്ധി പരിഹരിക്കാനായി 10 കിലോയുടെ സിലിണ്ടർ വിതരണം പരിഗണനയിലെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് നിലവിലുള്ള 14.2 കിലോ സിലിണ്ടറിൽ ഇനി മാറ്റം വരും. 10 കിലോ നിറച്ച് പരമാവധി ആളുകളിലേക്ക് LPG സിലിണ്ടർ എത്തിക്കാനാണ് ആലോചിക്കുന്നത്. 14 കിലോ സിലിണ്ടറിൽ 10 കിലോ എന്ന സ്റ്റിക്കറും പതിപ്പിക്കും. നിലവിൽ ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് സമയപരിധിയടക്കം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങളും ഇറക്കുമതിയിലെ കുറവുമാണ് സർക്കാരിനെ ഇത്തരമൊരു നടപടിയിലേക്കും എണ്ണ കമ്പനികളെയും പ്രേരിപ്പിച്ചത്. പരിമിതമായ സ്റ്റോക്ക് ഉപയോഗിച്ച് കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഗ്യാസ് എത്തിക്കാനാണ് ഇപ്പോഴുള്ള പ്രധാന ലക്ഷ്യം. സാധാരണഗതിയിൽ ഒരു 14 കിലോ സിലിണ്ടർ 35-40 ദിവസം വരെ ലഭിക്കാറുണ്ട്. 10 കിലോ സിലിണ്ടർ ഏതാണ്ട് 1 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിലിണ്ടറിലെ ഗ്യാസിന്റെ അളവ് കുറയുന്നതനുസരിച്ച് അതിന്റെ വിലയിലും മാറ്റമുണ്ടാകുമെന്നാണ് പറയുന്നത്. LPG പ്രതിസന്ധി രൂക്ഷമായതോടെ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കും ഹോട്ടലുകളും ചായക്കടകളും ഉപയോഗിക്കുന്നത് തടയാൻ പരിശോധനകളും അതിനിടയിൽ കർശനമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നതും നാം കണ്ടിരുന്നു. 14 കിലോഗ്രാം വരുന്ന പാചകവാതക സിലിണ്ടറിന് 60 രൂപയാണ് കൂടിയത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകത്തിനും വില കൂടിയിട്ടുണ്ട്. 115 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് 922 രൂപയോളം വരും. 2025 ഏപ്രിൽ മുതൽ സബ്സിഡിയില്ലാത്ത ഗാർഹിക LPG സിലിണ്ടറിന് 853 രൂപ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന് തൂക്കം കുറയ്ക്കുന്നതനുസരിച്ച് വിലയിലും കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതാണ്ട് 1/3 തൂക്കമാണ് കുറയുന്നത്. ഇതനുസരിച്ച് വിലയിലും കുറവുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 10 കിലോഗ്രാം ആക്കിയാൽ ഏകദേശം 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊരു ആശങ്കയും ഇപ്പോഴുണ്ട്. അതേസമയം LPG ബുക്കിംഗ് ഇടവേള 25 നിന്ന് 45 ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുന്നതും സാധാരണ കുടുംബങ്ങൾക്ക് തിരിച്ചടിയാണ്. അളവ് കുറഞ്ഞതിനൊപ്പം ബുക്കിംഗ് ഇടവേള കുറച്ചില്ലെങ്കിൽ 10 കിലോ ഗ്യാസ് സിലിണ്ടർ 45 ദിവസം ഉപയോഗിക്കേണ്ടി വരും. ഇത് പ്രതിസന്ധി രൂക്ഷമാക്കുമോ എന്ന ആശങ്കയാണ് വർദ്ധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.